അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് തെങ്ങിൻ്റെ വർക്കല്ല, ഒരു വലിയ മരത്തിൻ്റെ കുറ്റി പറിച്ച് മാറ്റി അവിടെ ലെവലാക്കി കൊടുക്കണം. ആ വർക്കാണ് നമ്മൾ ചെയ്യുന്നത്. വീട്ടിൽ നിന്നൊരു 6:45 വണ്ടിയിൽ കയറിയതാണ് ചങ്ങനാശ്ശേരിക്ക് പോകാനായിട്ട്. വീടിനടുത്തുള്ള ഒരു ചേട്ടനും ആ സമയത്ത് ജോലിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു ലിഫ്റ്റ് കൊടുത്തു. അതിനുശേഷം അദ്ദേഹത്തെ മല്ലപ്പള്ളിയിൽ ഇറക്കി, അദ്ദേഹത്തിന് ബസ് കിട്ടേണ്ട സ്ഥലത്ത് ഇറക്കിയതിന് ശേഷം യാത്ര തുടർന്നു. അങ്ങനെ ചങ്ങനാശ്ശേരി അടുക്കാറായപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തിനെയും കൂടെ നമ്മൾ അവിടുന്ന് ചേർത്തു. തോമാച്ചായനെ കൂട്ടി യാത്ര തുടർന്നു. അങ്ങനെ തോമാച്ചായൻ്റെ വീട്ടിൽ നിന്ന് തോമാച്ചായനെയും കൂട്ടി നമ്മൾ യാത്ര തിരിക്കുകയാണ് നമ്മുടെ വർക്കിംഗ് സ്പോട്ടിലേക്ക് പോകുന്നത്. ഹായ് പറഞ്ഞു തോമാച്ചാൻ. അങ്ങനെ നമ്മൾ ചങ്ങനാശ്ശേരി കുരിശുമൂട്ടിലെ ഈ വർക്കിംഗ് സ്പോട്ടിലെത്തി. അപ്പോൾ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുറ്റി ഈ നിലത്തോട് ചേർത്ത് വെച്ച് മുറിച്ച് ലെവൽ ചെയ്യണം. അതിനുവേണ്ടിയുള്ള പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ചെയിൻസോ ഉള്ളതുകൊണ്ട് അത് മുറിക്കാൻ പറ്റും. പക്ഷേ മുറിക്കണമെങ്കിൽ ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മെറ്റിലെല്ലാം കുറച്ച് മണ്ണ് മാറ്റിയിട്ട് താത്തിയിട്ട് വേണം നമ്മളത് വെട്ടിമുറിച്ച് മാറ്റാനായിട്ട്. അതിനുള്ള പരിപാടികളാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. യെസ്, അപ്പോൾ നമുക്ക് ആ പരിപാടിയിലേക്ക് കിടക്കാം. പിക്കാസ് ഉണ്ടെങ്കിൽ പിക്കാസ് വെള്ളം ഇല്ല. ഇപ്പൊ കൂന്താലി തൂമ്പ ആദ്യപടി എന്ന നിലയിൽ മെറ്റിൽ മുഴുവനും ആ കുറ്റിയുടെ ചുവട്ടിൽ നിന്നുള്ള ഭാഗങ്ങൾ ചകഞ്ഞ് മാറ്റിയതിന് ശേഷം കുറേ മണ്ണ് വെട്ടി താഴ്ത്തിയിട്ട് വേണം നമുക്ക് ഈ കുറ്റി മുറിച്ച് മാറ്റാനായിട്ട്. അതിനുവേണ്ടി ആദ്യം മെറ്റിൽ മുഴുവൻ മാറ്റി പിന്നെ മണ്ണ് വെട്ടി മാറ്റുന്നതാണ് ഇപ്പോൾ കാണുന്നത്. നമുക്ക് 2 കുറ്റികളാണ് ഇതുപോലെ വെട്ടി മാറ്റാനുള്ളത്. ഇതിലേറ്റവും വെല്ലുവിളി ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറ്റിയുടെയാണ്. ഈ കുറ്റിക്ക് ഒരുപാട് വേരുകൾ ഉണ്ടെന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ കുറ്റികളുടെ എല്ലാം വേരുകൾ മുറിച്ചു മാറ്റാനുള്ള വർക്കും നമ്മൾ തുടങ്ങി.
അങ്ങനെ കുറച്ചു നേരം നല്ല രീതിയിൽ പണിയെടുത്തപ്പോഴാണ് നമുക്ക് ആ കുറ്റി നന്നായിട്ട് തെളിച്ചെടുക്കാൻ സാധിച്ചത്. ഞങ്ങൾ 4 പേര് നിന്ന് നല്ലപോലെ വർക്ക് ചെയ്തിട്ടാണ് വേര് മുഴുവനും പറിച്ച് കളഞ്ഞ് ഈ കുറ്റിയുടെ ചുവട് നന്നായിട്ട് തെളിച്ചെടുക്കാൻ സാധിച്ചത്. കുറ്റിയുടെ ചുവടുഭാഗം ഈ കൈക്കോടാലിക്ക് വെട്ടുന്നത് കൊണ്ട് തന്നെ ഈ കല്ലും മണ്ണും ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അതിൻ്റെ മൂർച്ച പോകും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വീണ്ടും രാഗി എടുത്തു. അങ്ങനെ ഒരു കുറ്റിയുടെ ചൂട് ഭാഗം നന്നായിട്ട് ക്ലിയറാക്കി എടുത്തു. അതിനുശേഷം മിഷ്യൻ വാളിന് പതുക്കെ അത് മുറിച്ചു മാറ്റാനുള്ള പരിപാടിയാണ് നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത്. ആദ്യ പിടുത്തത്തിൽ തന്നെ മിഷ്യൻ വാളിന് 8 വെട്ടും 16ൻ്റെ പണി കിട്ടി. കാരണം ഈ തടിക്കുറ്റിക്കകത്തൊക്കെ കല്ലുണ്ടായിരുന്നു, അതാണ് പറ്റിപ്പോയത്. കല്ലും മണ്ണും കാരണം കുറെ തീപ്പൊരി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ മിഷ്യൻ വാളിന് ചെറിയ പണി കിട്ടി. എങ്കിലും നമുക്ക് ഈ വർക്ക് ഇട്ടിട്ട് പോകാൻ പറ്റുകയില്ല. ഇത് നന്നായിട്ട് നീറ്റായിട്ട് ക്ലിയറായിട്ട് ചെയ്തു കൊടുക്കണം. അതുകൊണ്ട് തന്നെ അത് വെട്ടിപ്പൊളിച്ച് മിഷ്യൻ വാള് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിച്ച് വർക്ക് ചെയ്യാനായിട്ട്
ഉദ്ദേശിച്ചു. അങ്ങനെ ബാക്കി പരിപാടികൾ ചെയ്യുന്നതാണ് ഇനി കാണുന്നത്. അങ്ങനെ ഇവിടെ കുറ്റി വെട്ടിപ്പൊളിക്കുക, അവിടെ വേര് കുത്തിപ്പൊളിക്കുക, അവിടെ വേര് കുത്തിപ്പൊളിക്കുക, ഇവിടെ കുറ്റി വെട്ടിപ്പൊളിക്കുക. ചെയിൻ്റെ മൂർച്ച പോയതുകൊണ്ട് തന്നെ ആ തടിയിലേക്ക് മിഷൻ വാൾ ഒരിക്കലും നല്ല ആഴത്തിൽ കയറാത്ത രീതിയിൽ മൂർച്ച പോയി. എങ്കിലും പറ്റുന്ന രീതിയിലൊക്കെ മുറിച്ച് കളയാൻ തന്നെ തീരുമാനിച്ചു. കൂടാതെ ചെയിൻ പിന്നെയും നന്നായിട്ടൊന്ന് രാഗിയെടുത്തു. അപ്പോൾ കുറച്ചുകൂടെ മൂർച്ച കിട്ടി. അങ്ങനെ വീണ്ടും കുറ്റി മുറിച്ചു. അങ്ങനെ ആ കുറ്റിയുടെ കുറേ ഭാഗം, ഒരു പകുതിയോളം ഭാഗം മുറിച്ച് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന കാഴ്ച ഞാൻ കണ്ടത്. ഇത് കണ്ടോ, എന്നാ വലിയ കല്ലായിരിക്കുന്ന അറിയോ മരത്തിൻ്റെ അകത്ത്. നേരെ വന്ന് അവിടെ അടിക്കുന്നത്. അകത്തിങ്ങനെ കല്ല് കാണുമെന്ന് നമ്മൾ വിചാരിക്കുമോ? ആ ചൂടുള്ളതെല്ലാം മാക്സിമം കളഞ്ഞു എന്നിട്ട്. അപ്പോൾ ആ കല്ലായിരുന്നു 8ന്റെ പണി നമുക്കിട്ട് തന്ന ആ വില്ലൻ. പിന്നെ ഒന്നും നോക്കിയില്ല, ആട് 2വിൻ്റെ അകത്തെ ഡൂഡ് ബ്രോയെ ഓർത്തുകൊണ്ട് വെച്ചങ്ങലക്കി. അങ്ങനെ അവസാനം കുറ്റി മുഴുവനും വെട്ടി മുറിച്ച് കളഞ്ഞു. അതിനുശേഷം മണ്ണിട്ട് പഴയപടി തന്നെ അവിടെ ലെവൽ ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് മെറ്റിലിടാനുള്ള പരിപാടികൾ തുടങ്ങി.
മണ്ണിട്ടതിന് ശേഷം നന്നായിട്ട് ആ ഇട്ട മണ്ണെല്ലാം ഒന്ന് ചവിട്ടി ഉറപ്പിച്ചു. തൂമ്പായിക്ക് നന്നായിട്ടൊന്ന് ഇടിച്ചുറപ്പിച്ചു. അതിന് ശേഷമാണ് അതിൻ്റെ മുകളിലേക്ക് മെറ്റിലിട്ടത്. അങ്ങനെ ഒരു കുറ്റി മുഴുവൻ നമ്മൾ വെട്ടിപ്പൊളിച്ച് കളഞ്ഞതിന് ശേഷം മെറ്റലിട്ട് അവിടെ ലെവൽ ചെയ്തു, നല്ല ക്ലിയർ ആക്കി. ഏറ്റവും വെല്ലുവിളി ഉണ്ടായിരുന്നത് ഈ വേരുകൾ മുറിച്ച് മാറ്റുക എന്നുള്ളതായിരുന്നു. ഏറ്റവും വലിയ വേരുകളായിരുന്നു അതിനുണ്ടായിരുന്നത്. അതുകൊണ്ട് ആദ്യം തന്നെ ആ വേരുകളെല്ലാം മുറിച്ച് മാറ്റാനുള്ള ശ്രമം തുടങ്ങി. എന്തായാലും ഈ രണ്ടാമത്തെ കുറ്റി ഒരു 1.5 കുറ്റിയായിരുന്നു. അതിനാണ് ഏറ്റവും കൂടുതൽ സമയമെടുത്തത്. നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യേണ്ടി വന്നു. എന്തായാലും അത് തീർക്കാൻ പറ്റി. അതിൻ്റെ ഒരു ആശ്വാസവും സന്തോഷമുണ്ട്. അങ്ങനെ കുറ്റി മുഴുവനും വെട്ടിപ്പൊളിച്ച് തറ ലെവലിന് താഴെയാക്കിയതിന് ശേഷം വേസ്റ്റുകൾ മുഴുവൻ അവിടെ നിന്ന് മാറ്റി. അതിന് ശേഷമാണ് അവിടെ മണ്ണ് വെട്ടിയിട്ടിട്ട് മെറ്റിലിട്ട് ക്ലിയർ ചെയ്തത്.
അങ്ങനെ ഞങ്ങൾ 4 പേരും നല്ല ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വന്നെങ്കിലും വർക്ക് മുഴുവൻ പൂർത്തിയാക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷമായിരുന്നു ഞങ്ങൾക്ക് ആ സമയത്തുണ്ടായിരുന്നത്. നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ടാർപോളിൻ പടുതയൊക്കെ വിരിച്ച് കെട്ടിയിട്ടാണ് അതിൻ്റെ ചുവട്ടിൽ തണലത്ത് നിന്നിട്ടാണ് ഞങ്ങളിത് ചെയ്തത്. എന്തായാലും ചെയ്ത് 2 കുറ്റിയും നല്ല ഫിനിഷാക്കി. അങ്ങനെ ആ സന്തോഷത്തോടെ ഞങ്ങളന്ന് അവിടെ നിന്ന് പിരിഞ്ഞു. അപ്പം ഞങ്ങളുടെ ഈ വർക്ക് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കാനും എല്ലാവരെയും ഓർപ്പിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ.